നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ADGP MR അജിത് കുമാറിനെതിരെ ഒടുവിൽ നടപടി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. നടപടി DGPയുടെ റിപ്പോർട്ടിന് പിന്നാലെ. മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല. ബറ്റാലിയൻ ADGPയായി അജിത് കുമാർ തുടരും. സാധാരണ സ്ഥലം മാറ്റം മാത്രമെന്ന് ഉത്തരവ്. നടപടിയുടെ കാരണം പരാമർശിച്ചിട്ടില്ല. MR അജിത് കുമാറിനെതിരായ നടപടി പ്രതിപക്ഷത്തെ ഭയന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ ചുമതലയിലേക്കാണ് മാറ്റിയത്. പൂരം കലക്കിയതിനാണോ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിനാണോ നടപടിയെന്ന് വ്യക്തമാക്കണമെന്നും VD സതീശൻ. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയത് ശരിയായ നടപടിയെന്ന് CPI. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPIയുടെ വിജയമല്ല, LDFന്റെ വിജയമാണ് നടപടിയെന്നും ബിനോയ് വിശ്വം. MR അജിത് കുമാറിനെ മാറ്റിയത് സർക്കാരിന്റെ നിവൃത്തികേട് കൊണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അജിത് കുമാർ ആരോപണ വിധേയനായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി. ജനങ്ങളെ കബളിപ്പിച്ച അജിത് കുമാറിനെ രക്തസാക്ഷിയാക്കിയെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രമേശ് ചെന്നിത്തല 24നോട്. മഞ്ചേരിയിലെ നയപ്രഖ്യാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച് PV അൻവർ. തൃശൂരിൽ മുഖ്യമന്ത്രി BJPക്ക് പരവതാനി വിരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJPക്ക് നൽകാൻ ഡീൽ ഉറപ്പിച്ചെന്ന് അൻവർ. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയപരിപാടികൾ പ്രഖ്യാപിച്ചു. കോഴിക്കോടും മലപ്പുറവും വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾ. സമ്മേളനത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള DMK പ്രവർത്തകരും. കരിപ്പൂർ സ്വർണ്ണക്കടത്തിലെ വിവാദ പരാമർശം പിൻവലിക്കാതെ KT ജലീൽ. മതപണ്ഡിതന്മാർ പോലും സ്വർണം കടത്തിയെന്ന് ജലീൽ. രാജ്യവിരുദ്ധമായ കാര്യം മതവിരുദ്ധമെന്നും KT ജലീൽ. മതവിധിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിം ലീഗ് വളച്ചൊടിച്ചെന്നും വിശദീകരണം. ജലീലിന്റേത് നികൃഷ്ടമായ പ്രസ്താവനയെന്ന് PMA സലാം. ജലീലിന്റെ പ്രസ്താവന പിണറായിയുടെ മലപ്പുറം പരാമർശത്തിന്റെ 2ാം എപ്പിസോഡെന്ന് ഷാഫി പറമ്പിൽ MP. നിയമലംഘനത്തിനെതിരെ ഫത്വ പുറപ്പെടുവിക്കാൻ ഇത് മതരാഷ്ട്രമല്ല. ജലീലിന്റെ ശ്രമം പിണറായിയും സംഘപരിവാറിനെയും സുഖിപ്പിക്കാനെന്നും ഷാഫി പറമ്പിൽ. സ്വർണ്ണക്കടത്തിന്റെ ഉള്ളറക്കഥകൾ വെളിപ്പെടുത്തി 24 സൺഡേ സ്പെഷ്യൽ. കരിപ്പൂർ വഴി സ്വർണം കടത്തുന്നത് അമാന ഗ്രൂപ്പിന് വേണ്ടിയെന്ന് സംഘാംഗം ചെറൽ ഫൈസൽ 24നോട്. 5 പേരുടെ ജീവനെടുത്ത രാമനാട്ടുകര അപകടത്തിന് പിന്നിൽ അമാന ഗ്രൂപ്പ്. വസ്തുതാ വിരുദ്ധമെന്ന് അമാന ഗ്രൂപ്പ്. മലപ്പുറത്തെ പോലെ കൊടുവള്ളിയെയും സ്വർണ്ണക്കടത്ത് കേന്ദ്രമാക്കി മാറ്റാൻ MK മുനീറും സംഘവും ശ്രമിക്കുന്നുവെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. മുസ്ലിം ലീഗിന് അമാന ഗ്രൂപ്പുമായുള്ള ബന്ധം വ്യക്തമാക്കണം. MK മുനീറിന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട്. കൊടുവള്ളിയെ ഭീകരകേന്ദ്രമാക്കി മാറ്റാൻ MLA തന്നെയാണ് ശ്രമിക്കുന്നതെന്നും വിമർശനം. മറുപടി പറയാൻ ലീഗ് നേതൃത്വം തയ്യാറാകണമെന്നും വസീഫ്. പരീക്ഷയ്ക്ക് മുമ്പേ ചോദ്യപേപ്പർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് PSC. ഇന്നലെ നടന്ന മലപ്പുറം, എറണാകുളം ജില്ലകളിലെ LDC പരീക്ഷയുടെ ചോദ്യപേപ്പർ വെള്ളിയാഴ്ച വെബ്സൈറ്റിലിട്ടു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് PSC. അപ്ലോഡ് ചെയ്തത് പരീക്ഷാ നടപടികൾ പൂർത്തിയായ ശേഷമെന്ന് വിശദീകരണം. ആശയക്കുഴപ്പത്തിന് കാരണം ഗൂഗിളിനുണ്ടായ സാങ്കേതിക തകരാറെന്നും മറുപടി. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപം അഗ്രശാലയിൽ തീപിടുത്തം. അഗ്രശാലയുടെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ അട്ടിമറി ഉണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ 6 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. തൃശൂരിലെ വൻ ATM കവർച്ചാ കേസിലെ തെളിവെടുപ്പിൽ പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തി. താണിക്കുടത്ത് പുഴയിൽ ഉപേക്ഷിച്ച ATM ട്രേകൾ സ്കൂബ സംഘം മുങ്ങിയെടുത്തു. MT വാസുദേവൻ നായരുടെ വീട്ടിലെ മോഷണത്തിൽ പാചകക്കാരിയും ബന്ധുവും അറസ്റ്റിൽ. 4 വർഷത്തിനിടയിലാണ് പ്രതികൾ 26 പവൻ സ്വർണം കവർന്നത്. കോഴിക്കോട്ടെ 3 ജ്വല്ലറികളിലാണ് പ്രതികൾ വിൽപ്പന നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തൽ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പാർട്ടികളിൽ ചുരുക്കപ്പട്ടികയായി. K മുരളീധരൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഡോക്ടർ P സരിൻ എന്നിവരാണ് കോൺഗ്രസിന്റെ പട്ടികയിലുള്ളത്. CPM-ൽ V വസീഫും BJP-യിൽ K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരും പരിഗണനയിൽ. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ടോൾ നൽകാത്തതിന് സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചതിൽ ശക്തമായ പ്രതിഷേധമെന്ന് PP സുമോദ് MLA. പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ ഉണ്ടാകില്ല എന്ന് കരാർ കമ്പനി അറിയിച്ചതാണ്. എന്നിട്ടും വക്കീൽ നോട്ടീസ് അയച്ച നടപടി തിരുത്തണമെന്ന് MLA. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അന്വേഷണ സംഘം. സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കും. മൊഴിയെടുക്കാൻ ആവശ്യപ്പെട്ട് സിദ്ദീഖ് കത്ത് നൽകിയത് ജാമ്യം കിട്ടാനുള്ള തന്ത്രമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ.
ഇടുക്കി പൂപ്പാറയിൽ പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ചതിന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത കെട്ടിടങ്ങളുടെ പൂട്ട് തകർത്തു. അനധികൃതമായി തുറന്ന 2 വ്യാപാര സ്ഥാപനങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥർ വീണ്ടും സീൽ ചെയ്തു. അതിക്രമിച്ചു കയറിയവർക്കെതിരെ നടപടിയെന്ന് ഉദ്യോഗസ്ഥർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന്റേത് ക്രൂരമായ അവഗണനയെന്ന് എ റഹീം MP. വിഷയത്തിൽ UDFന്റെ മൗനം ആശങ്കപ്പെടുത്തുന്നതാണ്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും മൗനം പാലിക്കുകയാണെന്നും എ റഹീം MP. ശബരിമലയിൽ ഈ വർഷം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ലെന്ന് മന്ത്രി VN വാസവൻ. ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകരെത്തിയാൽ അത് പരിശോധിക്കും. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാനുള്ള യോഗമല്ലാത്തതുകൊണ്ടാണ് ADGPയെ ക്ഷണിക്കാതിരുന്നതെന്നും മന്ത്രി VN വാസവൻ. ശബരിമലയിൽ ഓൺലൈൻ ബുക്കിംഗ് ആക്കുന്നതിന് പകരം 10% പേരെ നേരിട്ട് കടത്തിവിടണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൗഡ് മാനേജ്മെന്റിനായി നിയോഗിക്കുകയാണ് വേണ്ടത്. പോലീസിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയുമാണ് പലപ്പോഴും ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും K സുരേന്ദ്രൻ പ്രസ്താവനയിൽ വിമർശിച്ചു. അർജുന്റെ കുടുംബവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് ലോറി ഉടമ മനാഫ് 24നോട്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 24 വഴിയൊരുക്കി. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും തനിക്കുമിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചുവെന്നും മനാഫ്. ചിലർ തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചുവെന്നും മനാഫ്. റിലയൻസ് ഇന്ത്യ ലിമിറ്റഡുമായുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ കരാറിൽ 24 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് CAG റിപ്പോർട്ട്. RILന് ആനുകൂല്യം നൽകിയതാണ് നഷ്ടത്തിന് കാരണം. ആദ്യ കരാർ പരിഷ്കരിക്കാതെ പുതുക്കി നൽകി. 2022 ആദ്യ കരാർ 2023 പുതുക്കി നൽകിയപ്പോഴും തുകയിൽ മാറ്റം വരുത്തിയില്ല എന്നും CAG റിപ്പോർട്ടിലുണ്ട്. പത്തനംതിട്ട നാട്ടുകടവ് ബ്രാഞ്ച് സമ്മേളനത്തിൽ പീഡനക്കേസ് പ്രതിയെ പങ്കെടുപ്പിക്കാനുള്ള നീക്കത്തെ ചൊല്ലി കയ്യാങ്കളി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതി നാസറിനെ തിരിച്ചെടുത്തതെന്ന് ഏരിയ കമ്മിറ്റി അംഗം വിശദീകരിച്ചു. നാസറിനെ ബ്രാഞ്ച് സമ്മേളനത്തിൽ അനുവദിക്കില്ലെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ നിലപാടെടുത്തു. ചങ്ങനാശ്ശേരി അതിരൂപതാംഗം മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ കർദിനാളായി പ്രഖ്യാപിച്ചു. വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ യാത്രകളുടെ സഹായിയാണ് മോൺ ജോർജ് ജേക്കബ്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കർദിനാളായി ഉയർത്തിയത്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഹൗസ് ബോട്ടിന് തീപിടിച്ചു. ബോട്ടിൽ 40ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. ആളപായം ഇല്ല. ഛത്തീസ്ഗഡ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 22 മാവോയിസ്റ്റുകളെ തിരിച്ചറിഞ്ഞു. 1.67 കോടി രൂപ ഇവരുടെ തലയ്ക്ക് പോലീസ് വിലയിട്ടിരുന്നു. കൊല്ലപ്പെട്ടവരിൽ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗം ഊർമിളയും ഉൾപ്പെടും. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഇന്ത്യയിലെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് മുയ്സുവിനെ സ്വീകരിച്ചു. കൊച്ചിയിൽ ബസ്സിൽ ഗുണ്ടായിസം കാണിച്ച കേസിൽ ഒളിവിലായിരുന്ന 3 പ്രതികൾ കൂടി അറസ്റ്റിൽ. മുഖ്യപ്രതി അരുൺ സെബാസ്റ്റ്യൻ, ജിനീഷ്, സനീഷ് എന്നിവരെയാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ്സിൽ വെച്ച് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത സ്വകാര്യ ബസ് കണ്ടക്ടറെ പ്രതികൾ മർദ്ദിക്കുകയായിരുന്നു. പശ്ചിമേഷ്യ മുൾമുനയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ. ലെബനനിൽ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ തകർത്തെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ എണ്ണക്കിണറുകൾ ആക്രമിക്കരുതെന്ന് ഇസ്രയേലിനോട് അമേരിക്ക. ഗസയിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. എറണാകുളം എടയാർ വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറിയുണ്ടായ സ്ഥാപനത്തിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. മൃഗക്കൊഴുപ്പ് സംസ്കരണശാല പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന ആരോപണം. മിനി ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒഡീഷ സ്വദേശിയായ തൊഴിലാളി വിക്രം പ്രധാൻ മരിച്ചു. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറ നെടുമ്പാലിയിൽ വ്യാജമദ്യവേട്ട. 85 ലിറ്റർ വ്യാജമദ്യവും 670 ലിറ്റർ വാഷും എക്സൈസ് പിടികൂടി. ലോക സെറിബ്രൽ പാൾസി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലെ വിദ്യാർത്ഥികളുമായി ജലയാത്ര നടത്തി. കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിച്ച ബോട്ട് യാത്ര അഴിമുഖത്തെത്തി മടങ്ങി. 32 കുട്ടികളുമായി നടത്തിയ ജലയാത്രയിൽ കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരും ഭാഗമായി. തുഞ്ചൻ സ്മാരക സമിതിയുടെ TG ഹരികുമാർ സ്മൃതി പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരനും സംഗീത നിരൂപകനും മാധ്യമപ്രവർത്തകനുമായ രവി മേനോന്. മലയാള സാഹിത്യത്തിലെ നൂതന സംഗീത നിരൂപണ ശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 12-ന് രാവിലെ 10 മണിക്ക് തുഞ്ചൻ സ്മാരക മണ്ഡപത്തിൽ നടക്കുന്ന 7ാമത് TG ഹരികുമാർ സ്മൃതി ദിനാചരണ ചടങ്ങിൽ മന്ത്രി V ശിവൻകുട്ടി രവി മേനോന് പുരസ്കാരം നൽകും. കോഴിക്കോട് കുറ്റ്യാടിച്ചുരത്തിൽ ട്രാവലറിന് തീപിടിച്ചു. 4ാം വളവിൽ വെച്ചാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരുക്കില്ല.
കുപ്രസിദ്ധ കുറ്റവാളി കാക്ക രഞ്ജിത്ത് അറസ്റ്റിൽ. അറസ്റ്റ് കോഴിക്കോട്ടെ വ്യവസായിയെ ഭീഷണിപ്പെടുത്തി 3 ലക്ഷം രൂപ തട്ടിയ കേസിൽ. സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത്. കേസിൽ നേരത്തെ 2 പേർ അറസ്റ്റിലായിരുന്നു. കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരിക്കച്ചവടം നടത്തിയ ആൾ പിടിയിലായത് ഫോർട്ട് കൊച്ചി സ്വദേശി ജ്യോതി. 91 ഗ്രാം MDMAയും ഹാഷിഷ് ഓയിലും പോലീസ് പിടിച്ചെടുത്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ പരാക്രമം. ആമച്ചലിൽ കടയ്ക്കുള്ളിൽ കയറി സാധനങ്ങൾ നശിപ്പിച്ചു. ദൃശ്യങ്ങൾ 24-ന്. ക്ഷേത്രത്തിലെ 3 പവന്റെ മാല മോഷണം പോയ കേസിൽ പൂജാരി അറസ്റ്റിൽ. തിരുവനന്തപുരം മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി അരുണാണ് അറസ്റ്റിലായത്. ഇതേ പൂജാരിയെ നേരത്തെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്തത് വിവാദമായിരുന്നു. കോഴിക്കോട് നാദാപുരം ചിറ്റാരിമലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. എറണാകുളം പേട്ടയിൽ CPIM പോണിത്തുറ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിനിടെ സംഘർഷമുണ്ടായതിൽ 6 പേർ കസ്റ്റഡിയിൽ. മരട് പോലീസാണ് 6 പേരെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാന അറിയിപ്പുകൾ. ബംഗളൂരുവിലെ ഇസ്രോയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ISROയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാം. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15. ആലപ്പുഴ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് കുടിശ്ശിക അടയ്ക്കാനുള്ള കാലാവധി നീട്ടി. ഡിസംബർ 31 വരെ കുടിശ്ശിക അടയ്ക്കാം. തൃശൂർ തളിക്കുളം പഞ്ചായത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 30-നും മധ്യേ പ്രായമുള്ള യോഗ്യരായവർക്ക് അപേക്ഷ നൽകാം. അവസാന തീയതി ഈ മാസം 11. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ CSSD ടെക്നീഷ്യന്റെ ഒഴിവ്. യോഗ്യത സെൻട്രൽ സ്റ്റൈറൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ടെക്നോളജിയിൽ ഡിപ്ലോമ. അഭിമുഖം നാളെ. ദേശീയ വാർത്തകൾ. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI 3ാമത്തെ കുറ്റപത്രം സമർപ്പിച്ചു. പട്ന പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 21 പേരാണ് പ്രതിപട്ടികയിൽ. ഹരിയാനയിലും ജമ്മുകശ്മീരിലും കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാകുമെന്ന സൂചന നൽകിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഹരിയാനയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ജൂനിയർ ഡോക്ടേഴ്സ്. സർക്കാർ വാക്ക് പാലിക്കണമെന്നാവശ്യപ്പെട്ട് ജൂനിയർ ഡോക്ടേഴ്സ് മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. നീതി ലഭിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഡോക്ടേഴ്സിന്റെ പ്രഖ്യാപനം. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേതാവിന് വെടിയേറ്റു. ജലാലാബാദ് MLA ആയ ജഗദീപ് കംബോജ് ഗോഡിക്കാണ് വെടിയേറ്റത്. ആക്രമണത്തിന് പിന്നിൽ ശിരോമണി അകാലിദളാണെന്ന് ആം ആദ്മി പാർട്ടി. മുംബൈയിൽ വൻ അഗ്നിബാധയിൽ ഒരു കുടുംബത്തിൽ 7 പേർ പൊള്ളലേറ്റു മരിച്ചു. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ്. മുംബൈയിലെ ചെമ്പൂരിൽ ഉള്ള സിദ്ധാർത്ഥ് കോളനിയിലാണ് ദാരുണമായ സംഭവം. പുലർച്ചെ 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. തമിഴ്നാട്ടിലെ തേനിക്ക് സമീപം സ്വകാര്യ ബസ്സിൽ ഇരുചക്രവാഹനം ഇടിച്ച് തീപിടിച്ച ഒരാൾ മരിച്ചു. സുഴയന്നൂർ സ്വദേശി അരശാങ്കമാണ് മരിച്ചത്. ബസ്സിന് തീപിടിച്ചെങ്കിലും ആർക്കും പരുക്കില്ല. മംഗളൂരുവിലെ പ്രമുഖ വ്യവസായി മുംതാസ് അലിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. മുംതാസ് അലിയുടെ വാഹനം കുലൂർ പാലത്തിൽ നിന്ന് കണ്ടെത്തി. കുലൂർ പുഴയിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ്. അരുണാചൽ പ്രദേശിൽ ചൈനീസ് കടന്നുകയറ്റം എന്ന ആരോപണം നിഷേധിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 10 വർഷത്തിനിടെ നിയന്ത്രണ രേഖയിൽ മാറ്റമുണ്ടായിട്ടില്ല. അതിർത്തിയിൽ ശക്തമായ പട്രോളിംഗ് ഉണ്ടെന്നും S. ജയശങ്കർ. രാജ്യാന്തര വാർത്തകൾ. ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂലികൾ റോമിൽ തെരുവിലിറങ്ങി. പലരും പലസ്തീൻ ലബനീസ് പതാകകൾ പിടിച്ച് മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിഷേധിച്ചത്. പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ ഒഴിപ്പിച്ചു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക്യോൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ പര്യടനം ആരംഭിച്ചു. 6 ദിവസത്തെ യാത്രയുടെ ആദ്യഘട്ടത്തിൽ ഫിലിപ്പീൻസിൽ എത്തും. കനത്ത മഴയെ തുടർന്ന് അൽബേനിയയിൽ വെള്ളപ്പൊക്കം. അൽബേനിയയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. നൈജീരിയയിൽ കോളറ ബാധിതരുടെ എണ്ണം 10,000-ആയി. 359 മരണം റിപ്പോർട്ട് ചെയ്തു. നൈജീരിയയിലെ 36 സംസ്ഥാനങ്ങളിൽ 33 എണ്ണത്തിലും കോളറ ഉണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം. കോങ്കോയിൽ എംപോക്സ് വാക്സിനേഷന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. രോഗം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രവിശ്യയായ സൗത്ത് കിവുവിൽ ഇത് ഉടനെത്തുമെന്ന് ആരോഗ്യമന്ത്രി റോജർ കാംബെ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ.
ഡെലിവറികൾ സുഗമമാക്കാനൊരുങ്ങിയ ആമസോൺ. രാജ്യത്തെ എല്ലാ പിൻകോഡുകളിലേക്കും ഡെലിവറി സാധ്യമാക്കുന്നതിനായി തപാൽ വകുപ്പുമായി ആമസോൺ ഇന്ത്യ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മറ്റ് ഇ കൊമേഴ്സ് കമ്പനികൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത പ്രദേശങ്ങളിലടക്കം ഡെലിവറി നടത്തുകയാണ് ലക്ഷ്യം. രാജ്യത്ത് പൈനാപ്പിൾ വില കുതിക്കുന്നു. ഉത്തരേന്ത്യയിൽ ആവശ്യക്കാർ ഏറിയതും ഉൽപാദനം കുറഞ്ഞതുമാണ് വില കുതിച്ചുയരാൻ കാരണം. ബ്രിട്ടനിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റുകളിലൊന്ന് അടച്ചുപൂട്ടി ടാറ്റ സ്റ്റീൽ. ബ്രിട്ടനിലെ വെയിൽസിലെ പ്ലാന്റാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. UK-യിൽ നിന്നുള്ള സ്ക്രാപ്പ് സ്റ്റീൽ ഉപയോഗിച്ച് സ്റ്റീൽ നിർമ്മാണം നടത്തുന്ന കമ്പനിയാണ് അടച്ചുപൂട്ടിയത്. ഉപഭോക്താക്കൾക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഫീച്ചർ അവതരിപ്പിച്ച് വാട്സാപ്പ്. ഉപയോക്താക്കൾക്ക് കോൺടാക്റ്റുകളെ സ്വകാര്യമായി മെൻഷൻ ചെയ്യാനും മറ്റുള്ളവരെ ടാഗ് ചെയ്യാനും കഴിയുന്ന തരത്തിലാണ് പുതിയ ഫീച്ചർ. ആമസോൺ മേധാവി ജെഫ് ബെസോസിനെ മറികടന്ന് മെറ്റ CEO മാർക്ക് സക്കർബർഗ് ലോകത്തിലെ രണ്ടാമത്തെ ധനികനായി. മെറ്റ പ്ലാറ്റ്ഫോമുകളുടെ ഓഹരിയിലുണ്ടായ കുതിപ്പാണ് സക്കർബർഗിന് നേട്ടമായത്. ചൈനയ്ക്കും ജപ്പാനും സ്വിറ്റ്സർലാൻഡിനും ശേഷം $700 ബില്യൺ ശേഖരമുള്ള നാലാമത്തെ രാജ്യമായി ഇന്ത്യ. തുടർച്ചയായ 7 ആഴ്ച $12.6 ബില്യൺ ഉയർന്ന് $704.89 ബില്യൺ എന്ന നിലയിലാണ് ഇന്ത്യയുടെ ഡോളർ ശേഖരം. പരിസ്ഥിതി സൗഹൃദമായി നിർമ്മിക്കുന്നതും റീസൈക്ലിംഗ് സാധ്യത കൂടുതലുള്ളതുമായ ഉൽപ്പന്നങ്ങൾക്ക് ഇക്കോ മാർക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇത് സംബന്ധിച്ച വിശദമായ ചട്ടങ്ങൾക്ക് രൂപം നൽകി. പ്രത്യേക ഇക്കോ മാർക്കോടെയായിരിക്കും ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക. കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ജയമില്ലാതെ വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി. വെറും 8 പോയിന്റുള്ള യുണൈറ്റഡ് 14-ാം സ്ഥാനത്താണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചെൽസിക്കും സമനില. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് 1-1 സമനില വഴങ്ങി. ബ്രസീലിന്റെ ഈ മാസത്തെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ വിനീഷ്യസ് ജൂനിയർ പിന്മാറി. പരിക്ക് മൂലമാണ് വിനീഷ്യസിന്റെ പിന്മാറ്റം. ജർമ്മൻ താരം കൈ ഹൈവാർട്സിന് പരിക്ക്. ഈ മാസത്തെ യുവേഫ നേഷൻസ് മത്സരങ്ങൾ നഷ്ടമാകും. ബോസ്നിയ, നെതർലാൻഡ്സ് ടീമുകൾക്കെതിരെയാണ് ജർമ്മനിയുടെ മത്സരങ്ങൾ. വിയറ്റ്നാമിനെതിരായ സൗഹൃദ മത്സരത്തിനുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. മോഹൻ ബഗാൻ വിട്ടുനിൽക്കാത്തതിനാൽ മലയാളി സഹൽ അബ്ദുൾ സമദ് ടീമിൽ ഇല്ല. നോക്കാമിനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം അൻപോട് കൺമണിയുടെ കോൺസെപ്റ്റ് പോസ്റ്റർ പുറത്തിറങ്ങി. അർജുൻ അശോകൻ, അനഘ നാരായണൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ഡെലിവറി ഏജന്റുമാരായി സൊമാറ്റോ സിഇഒയും ഭാര്യയും. ദീപീന്ദർ ഗോയലും ഭാര്യയും സൊമാറ്റോ യൂണിഫോം ധരിച്ച് ഭക്ഷണ വിതരണത്തിനായി ബൈക്കിൽ സഞ്ചരിക്കുന്ന ചിത്രങ്ങൾ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിട്ടു. MA നിഷാദ് സംവിധാനം ചെയ്യുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഷൈൻ ടോം ചാക്കോ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം ബോംബെ, ഹൈദരാബാദ്, വാഗമൺ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. നടൻ ജോജു ജോർജ് ആദ്യമായി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം പണിയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ചിത്രം ഒക്ടോബർ 24 തിയേറ്ററുകളിലെത്തും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രം പ്രദർശനത്തിനെത്തും. ആഷിഖ് കപൂറിന്റെ പുതിയ ചിത്രമായ റൈഫിൾ ക്ലബിലെ സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. തോക്കുമായി നിൽക്കുന്ന സൂസൻ എന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് പോസ്റ്ററിൽ ഉള്ളത്. USA-യിലെ ടെന്നസിയിലുണ്ടായ ചുഴലിക്കാറ്റ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. പ്രചരിക്കുന്ന ചിത്രം ലിബിയയിലെ മെഡിറ്ററേനിയയിലുണ്ടായ ചുഴലിക്കാറ്റിൻ്റെതാണ്. 2023 സെപ്റ്റംബറിലുണ്ടായ ചുഴലിക്കാറ്റാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. കൊല്ലം ജില്ലയിലെ പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ LPSAയിൽ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. കൊല്ലം ജില്ലയിലെ ഏഴുകോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHE വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. തൃശൂരിലെ വിവിധ മേഖലകളിൽ നാളെ വൈദ്യുതി മുടങ്ങും. കുറുക്കഞ്ചേരി, വെളിയന്നൂർ, പറവനാട്ടി, മിഷൻ ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. നാളെ രാവിലെ 7:30 മുതൽ വൈകിട്ട് 5:30 വരെ. തൃശൂർ വെൺമേനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നോൺ വൊക്കേഷണൽ വിഭാഗത്തിൽ ഫിസിക്സ് ജൂനിയർ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും.
കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിൽ മലയാളം അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10:30 നടക്കും. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പൂനെയിൽ വാഹനാപകടം. അപകടത്തിൽ ഒരു മരണം. അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. ഒന്റാരിയോയിൽ ഭൂചലനം. 4.0 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.